ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ഞായറാഴ്ച രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അപ്പോഴാണ് തറയൊക്കെ തുടയ്ക്കുന്നതിനും വീട് വൃത്തിയാക്കുന്നതിനുമായിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ട്. വളരെ തിരക്കേറിയ ആളാണ്. എല്ലാ ദിവസവും ഓരോ വീട്ടുകളിൽ ജോലിയാണ്. ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ വിളിച്ചതുകൊണ്ട് ഇന്ന് എന്തായാലും എനിക്ക് ഞായറാഴ്ചയായിട്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ടുണ്ട്. ഞാനും അടുക്കളയിലുള്ള ഷെൽഫൊക്കെ തുടച്ച് കുറച്ച് സാധനങ്ങൾ തീർന്നതൊക്കെ ടിന്നിലൊക്കെ ഇട്ട് വെച്ച് ആ കുട്ടി വന്നിട്ടുള്ളത് കൊണ്ട് എല്ലായിടമൊക്കെ ഒന്ന് വൃത്തിയാക്കുമല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഓണത്തിന് ഒന്ന് വൃത്തിയാക്കിയതാണ്. ഇനിയിപ്പം ഇപ്പം 2 ആഴ്ചയായല്ലോ ഏകദേശം. അന്നേരം കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. എനിക്ക് ഈ ചിലന്തി വലയും പിന്നെ പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തുമ്മി ഒരു പരുവമാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടി വന്ന് എല്ലാവർക്കും ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്കലത്തേക്ക് എന്താണ് കറി വെക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇരുന്നപ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് ചീനി ഇരിക്കുന്നത് കണ്ടത്. ചീനി എന്നാണ് നമ്മുടെ ഇവിടെ കൊല്ലം ജില്ലയിലൊക്കെ പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയുന്നത്. കൊള്ളി, കപ്പ എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ സാധാരണ പുഴുങ്ങുന്നതാണ് പതിവ്. ഇന്ന് എന്തായാലും മീൻ കറിയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇങ്ങനെ കുഴച്ച് വേവിക്കാമെന്ന് കരുതി. മീൻ ഇന്നലെ കറി വെച്ചത് ഇരിപ്പുണ്ട്. അങ്ങനെ അത് ചീനി വെക്കാമെന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചൊരയ്ക്ക കിട്ടി. തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല നാടൻ ചൊരയ്ക്കയാണ്. ഒരാളുടെ വീട്ടിലിങ്ങനെ ഉണ്ടായതാണ്. 3-4 പിടിച്ചായിരുന്നു. അത് കടയിൽ കൊണ്ടുവന്ന് കൊടുത്ത് അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിയതാണ്. നല്ല ചൊരയ്ക്കയാണ്. നല്ല പിഞ്ച് ചൊരയ്ക്കയായിരുന്നു. സാധാരണ മെഴുക്കുവരട്ടി വെക്കാനാണ് നല്ലത്. പച്ചമുളകും കീറിയിട്ട് നല്ല തേങ്ങാപ്പീരയൊക്കെ ഇട്ട് അങ്ങനെ വറ്റിച്ചെടുത്താൽ ഏറ്റവും നല്ലതാണ്. ഇന്നിപ്പം അല്ലാതെ പരിപ്പിട്ട് വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടനും പരിപ്പൊക്കെ ഇട്ട് തോരൻ പോലെ വെക്കുന്നതാണ് ഇഷ്ടം. അന്നേരം ഞാൻ ഓർത്തെന്നാൽ ഇന്ന് അങ്ങനെ വെക്കാമെന്ന്. ഇനി ഒരു പകുതി ഇരിപ്പുണ്ട്. അതൊരു ദിവസം മെഴുക്കുവരട്ടി വെക്കാമെന്ന് കരുതി. ചൊരയ്ക്ക പല രീതിയിലും വെക്കാം. പയറിട്ട് വെക്കാം, വൻപയറൊക്കെ ഇട്ട് ഒരു ഓലൻ പോലെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മെഴുക്കുവരട്ടിയായിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് പരിപ്പിട്ട് വെക്കാം. ഇതിൻ്റെ കൂടെ തോരൻ പരിപ്പാണ് ഇട്ട് വെക്കുന്നത്. തോരൻ പരിപ്പ് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചീനി നന്നായിട്ട് തിളച്ചു. പെട്ടെന്ന് വേവുന്ന ചീനിയാണ് കേട്ടോ. ഒന്ന് തിളച്ചാൽ മതി, അപ്പോഴേ വേവും. ഇനി നമുക്ക് നമ്മുടെ തോരൻ വെക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ്. കടുവൊക്കെ വറുത്തതിന് ശേഷം നമുക്ക് ഈ തോരൻ്റെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരയ്ക്ക് അങ്ങ് തട്ടിയിട്ട് പെട്ടെന്ന് പിന്നെ ആ പരിപ്പ് ഇട്ട് അങ്ങ് തോരൻ പെട്ടെന്ന് വെക്കാൻ പറ്റുന്നതാണ്. ഒരുപാടിട്ട് വേവിക്കുകയൊന്നും വേണ്ട. ഇത് ചുരയ്ക്കൊന്നും അധികം വേവില്ലല്ലോ. അതുപോലെ ഈ പരിപ്പ് നന്നായിട്ട് കുതിർന്നിരുന്ന പരിപ്പാകുമ്പോൾ അതിനും വേവ് കുറവാണ്. പെട്ടെന്ന് നമുക്ക് മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചാൽ മാത്രം മതി. എളുപ്പമാവുന്ന കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഈ നാടൻ ഇതായതുകൊണ്ട്, നാടൻ ചുരക്ക ആയതുകൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു അത്. മെഴുക്കുവരട്ടി വെക്കുന്നത് നല്ലതാണ്. എന്നാലും കുറച്ച് ഇങ്ങനെ ഒരു വെറൈറ്റി രുചിയിൽ കഴിക്കാൻ പറ്റി. വെച്ച് നോക്കിയതാണ് കൊള്ളാമോ എന്നറിയാൻ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ചാറ് കറി പോലെ വെക്കാമെന്ന് പറയുന്നു. ഈ പരിപ്പിട്ട് സാമ്പാർ പരിപ്പിട്ടിട്ട് നമുക്ക് തേങ്ങ കുറച്ചുകൂടെ അരച്ച് ചേർത്താൽ നല്ലതായിട്ട് ചോറിനകത്ത് ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന കറിയായിട്ടും വെക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തോരൻ പോലെയാണ് വെച്ചത്. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ തേങ്ങയ്ക്കകത്ത് കുറച്ച് കാന്താരി മുളകോ അല്ലെങ്കിൽ നമ്മുടെ പച്ചമുളകോ എല്ലാം കൂടെ അരച്ച് വെളുത്തുള്ളിയും ജീരകവും ശകലം അരച്ച് ചെറുതായിട്ടൊന്ന് അരച്ചാൽ മാത്രം മതി. അരച്ചിട്ട് അത് കടുക് വറുത്തിട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാടിട്ട് ഇങ്ങനെ ഇളക്കിയാൽ അതങ്ങ് കുഴഞ്ഞു പോവും. നാടൻ ചുരക്ക ആയിട്ടും നല്ല അതിനകത്തുനിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കുഴയാത്ത രീതിയിൽ നമ്മൾ ഒരുപാട് നേരം അടച്ച് വെക്കാതിരുന്നാൽ മതി. പെട്ടെന്ന് ആയിക്കോളും. അങ്ങനെ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ്. ഇനി മോര് ഉണ്ട്, ഒഴിച്ചു കൂട്ടാനായിട്ട് മോരാക്കാമെന്ന് കരുതി. രസവും പുളിശ്ശേരി എല്ലാം വെച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ഒന്നും തീരുന്നില്ല. അതുകൊണ്ട് ഇന്ന് മോരാക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളുടെ ഉച്ചയൂണ് ഇങ്ങനെ ചോറ്, ചീനി, മീൻകറി, ഇന്നലെ വെച്ച മീൻകറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് മീൻ വാങ്ങിയില്ല. ആ മീൻകറി, പിന്നെ തോരൻ, പിന്നെ മോര്, ഇതൊക്കെ കൂട്ടിയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണ്. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഉച്ചയ്ക്ക് ഈ കറികളൊക്കെ കൂട്ടി നല്ല ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചതുകൊണ്ട് ഒരുപാട്
കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്. സാധാരണ 1 മണിക്കൊക്കെ കഴിക്കുന്നതാണ്. ഇന്നൊരു 1:30 മണി കഴിഞ്ഞു. അങ്ങനെ ആ കുട്ടിക്ക് ചോറ് കൊടുത്തു. അതിനുശേഷം ഞങ്ങളും ചോറൊക്കെ ഉണ്ടു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇനി മറ്റൊരു